कपड़े की महंगाई के इस ज़माने में घर की पांचों औरतों के शरीर से कपड़े जीर्ण होकर यूं गिर रहे थे जैसे पेड़ अपनी छाल बदलते हैं। पर चौधरी साहब की आमदनी से दिन में एक दफ़े किसी तरह पेट भर सकने के लिए आटा के अलावा कपड़े की गुंजाइश कहाँ। वो കപ്പടേ കി മെഹങ്കായി കെ ജമാനെ ക്ലോത്ത്സിനൊക്കെ ഇത്രയും വില കൂടുതലായിട്ടുള്ള മെഹങ്കായി എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് ഘർ കി പാഞ്ചോ ഓരത്തോ കെ ശരീർ സെ കപ്പടേ ജീർണ ഹോക്കർ വീട്ടിലെ 5 സ്ത്രീകളുടെയും ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ ജീർണിച്ചിട്ട് യോं गिर रहे थे ഇപ്രകാരമാണ് വീണിരുന്നത്. എപ്രകാരമാണോ മരങ്ങൾ അപ്പനി ഛാൽ എന്ന് വെച്ചാൽ ബാർക്ക്, അതിൻ്റെ പുറത്തുള്ള തൊലി, അത് മാറ്റിയിരുന്നത്, അതുപോലെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ക്ലോത്ത്സ് ഒക്കെ ജീർണിച്ച് താഴെ പോയിരുന്നത് എന്നാണ് പറയുന്നത്. पर चौधरी साहब की आमदनी से दिन में एक दफ़े किसी तरह पेट भर सकने के लिए പക്ഷേ ഈ ചൗധരിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിച്ചിരുന്നത്. ആട്ടാ കെ അലാവ കപ്പടേ കി ഗുഞ്ചായിഷ് കഹാ, ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് ഇവർ റോട്ടി ഉണ്ടാക്കാനുള്ള ആട്ടയെങ്കിലും വാങ്ങിക്കുന്നത്. അതിലിനി ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ഒരു പോസിബിലിറ്റി എവിടെയാണ് എന്നാണ് പറയുന്നത്. ഖുദ് ഉൻഹെ നൗകരി പർ ജാനാ ഹോത്ത, പിന്നെ സ്ത്രീകൾ ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. പൈജാമെ മേ ജബ് पैबंद संभालने की ताब न रही, मार्किन का एक कुर्ता पजामा ज़रूरी हो गया, पर लाचार थे. ഗതി കിട്ടു, ചൗധരിക്ക് നല്ലൊരു പജാമയും കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഗിർവി രഖ്നെ കെ ലിയെ ഘർ മേ ജബ് കുച്ച് ബി ന ഹോ, പണയം വെക്കാനായിട്ട് ഇനി വീട്ടിൽ ഒന്നും ഇല്ലാത്തപ്പോൾ ഗരീബ് കാ ഏക്മാത്ര സഹായക് ഹെ പഞ്ചാബി ഖാൻ, ആ സമയത്ത് പാവപ്പെട്ടവർക്ക് ഒരു സഹായമായിട്ട് പഞ്ചാബി ഖാൻ മാത്രമേ ഉള്ളൂ. രഹനെ കി ജഗ ഭർ ദേക്കർ വ റുപ്പയ ഉദാർ ദേ സക്താ ഹെ, അതായത് എവിടെയാണ് താമസിക്കുന്നത് എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ ഖാൻ പൈസ കടായിട്ട് കൊടുക്കും. 10 മഹീനെ പഹലെ गोद के लड़के बरकत के जन्म के समय पीरबख्श को रुपये की ज़रूरत आ पड़ी. അപ്പം 10 മാസം മുൻപ് തൻ്റെ മകനായിട്ടുള്ള ബർക്കത്ത് ജനിക്കുന്ന സമയത്ത് പീർബക്ഷിന് കുറച്ച് പൈസ ആവശ്യമായിട്ട് വന്നു. കഹി ഓർ കോയി പ്രബന്ധ ന ഹോ സക്നെ കെ കാരണം ഉन्होंने पंजाबी खान बबर अली खां से 4 रुपये उधार ले लिया. പക്ഷെ ആ സമയത്ത് എവിടുന്നും പൈസ വാങ്ങാൻ വേണ്ടി പറ്റില്ല, അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പീർബക്ഷ് എന്ത് ചെയ്തു, പഞ്ചാബി ഖാൻ ബബ്ബർ അലി ഖാൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് 4 രൂപയാണ്, വെറും 4 രൂപയാണ് കടം വാങ്ങിച്ചത്. ബബ്ബർ അലി ഖാൻ കാ റോസ്ഗാർ സിത്വാ के उस कच्चे मोहल्ले में अच्छा खासा चलता था. बीकानेरी मोची वर्कशॉप के मजदूर और कभी कभी റംജാനി ധോബി സബി ബബ്ബർ മിയ കെ കർസ് ലേത്തെ രഹത്തെ थे. അപ്പോൾ ആ ഒരു ഏരിയയിൽ എല്ലാവർക്കും കടം കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ ഖാൻ. അവരുടെ നെയ്ബേഴ്സ് എല്ലാവരും തന്നെ ഇയാളുടെ അടുത്ത് നിന്ന് പൈസ കടമെടുത്തിട്ടുണ്ട്. कई दफ़े चौधरी पीरबख्श ने बब्बर अली को कर्ज और सूद की किश्त न मिलने पर अपने हाथ के डंडे से ऋणी का दरवाज़ा पीटते देखा था. उन्हें साहूकार और ऋणी में बीच ബച്ചോവൽ ബി കർണ പടാ ഥ. അപ്പോൾ പലപ്പോഴും വഴിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ചൗധരി പീർബക്ഷ് എന്നെ കണ്ടിട്ടുണ്ട് ഈ ബബ്ബർ അലി ഖാന് ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അതിൻ്റെ അടവ് നേരെ കൊടുക്കാത്ത ആളുകളുടെ വീടിൻ്റെ ഡോറിൽ പോയിട്ട് ആളുടെ കയ്യിലുള്ള വടി വെച്ചിട്ട് അടിക്കുന്നത്. എന്നിട്ട് പലപ്പോഴും പീർബക്ഷ് തന്നെ പോയിട്ട് ബബ്ബർ അലി ഖാനും ഈ കടം വാങ്ങിയ ആളും തമ്മിലുള്ള പ്രശ്നം തീർക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. സാഹുകാർ എന്ന് പറഞ്ഞാൽ മീഡിയേറ്ററാണ്, ഇടയിൽ നിന്നിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആള്. खान को वे शैतान समझते थे, लेकिन लाचार हो जाने पर उसी की शरण लेनी पड़ी. 4 आना रुपया महीने पर 4 रुपया कर्ज लिया. അപ്പം ഖാൻ ഒരു ഷൈത്താനാണ്, ഒരു ഡെവിളാണെന്ന് അറിയായിരുന്നു പീർബക്ഷിന്. പക്ഷെ ലാച്ചാർ ഹോ ജാനെ പർ, നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഖാനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. 4 ആന റുപ്പയ മഹീനെ പർ 4 റുപ്പയെ കർസ് ലിയ, അതായത് 4 അണയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്.
1 രൂപയ്ക്ക് 4 आना इंटरेस्ट ആയിട്ട് കൊടുക്കണം. ഷരീഫ് ഖാൻദാനി मुसलमान भाई का ख्याल कर बब्बर अली ने 1 रुपया माहवार की किश्त मान ली. 8 महीने में कर्ज अदा होना तय हुआ. ഈ ബബ്ബർ അലി ഖാൻ ആണെങ്കിൽ പീർബക്ഷ നല്ലൊരു ഫാമിലിയിലെ ആണല്ലോ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു, 1 റുപ്പയ മാഹ്വാർ കി കിഷ്ത് മാൻലി, ഓരോ മാസവും 1 രൂപ അടയ്ക്കുക എന്നുള്ള ആ ഒരു കണ്ടീഷൻ സമ്മതിച്ചു. 8 മഹീനെ മേ കർസ് അദാ ഹോന തൈ ഹുവ. അങ്ങനെ 8 മാസത്തിനുള്ളിൽ ഈ കടം തീർക്കുക എന്നുള്ളതായി കണക്ക്. ഖാൻ की किश्त ना दे सकने की हालत में अपने घर के दरवाजे पर फजीहत हो जाने की बात का ख्याल कर चौधरी के रोए खड़े हो जाते. 7 महीने फाका करके भी वे किसी तरह से किश्त देने चले गए, लेकिन जब सावन में बरसात पिछड़ गई और बाजरा भी रुपये का 3 सेर मिलने लगा, किश्त देना संभव न रहा. खान 7 तारीख की शाम को ही आया. चौधरी पीरबख्श ने खान की दाढ़ी छू और अल्लाह की कसम खा 1 महीने की मुआवजी चाहिए. अगले महीने 1 का सवा देने का वायदा किया. ഖാൻ ടൽ ഗയ. അങ്ങനെ ഇത്രയും മൊത്തം ഈ ഒരു പാരഗ്രാഫിൽ ഇത്രയാണ് പറയണത്. പൈസ അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഖാൻ വന്നുണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഓർത്തിട്ട് പീർബക്ഷ് എപ്പോഴും ടെൻസ്ഡ് ആയിരുന്നു. അങ്ങനെ 7 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും പൈസ അടയ്ക്കാം എന്ന് വിചാരിച്ചാണ് പീർബക്ഷി ഇരുന്നത്. പക്ഷെ മഴക്കാലമായപ്പോൾ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബാജ്ര വരെ 1 രൂപയ്ക്ക് 3 സേർ കിട്ടാൻ വേണ്ടി തുടങ്ങി. സേർ എന്ന് പറയുന്നത് ഒരു മെഷർമെന്റ് ആണ്, ഒരു കിലോനേക്കാളും കുറച്ച് കുറവ്, അതിനാണ് സേർ എന്ന് പറയുന്നത്. അപ്പം 1 രൂപയ്ക്ക് 3 സേർ ബാജ്ര കിട്ടുന്ന രീതിയിലായി കാര്യങ്ങൾ. അങ്ങനെ ആ സമയത്ത് പൈസ തിരിച്ചടയ്ക്കുക എന്നുള്ളത് പീർബക്ഷനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെ ഖാൻ 7-ാം തീയതി വൈകിട്ട് വന്നു. അപ്പോൾ ഒരു തരത്തിൽ ഖാൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ദൈവത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് എന്ത് ചെയ്തു, 1 മാസത്തെ മുഹാഫ്സി ചാഹി എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ്, 1 മാസം തനിക്ക് ആ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് തരാൻ വേണ്ടി പറഞ്ഞു. അതിനുള്ളൊരു അവധി ചോദിച്ചു. അഗ്ലേ മഹീനെ 1 का सवा देने का वायदा किया. ഖാൻ ടൽ ഗയ. അടുത്ത മാസം സവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് 1/4, അതിൻ്റെ 1/4 പലിശ തരാം എന്ന് പറഞ്ഞിട്ട് ഖാനിനെ ഒരു തരത്തിൽ സമ്മതിപ്പിച്ചു പീർബക്ഷ്. बादों में हालत और भी परेशानी की हो गई. बच्चों की माँ की तबीयत रोज़ रोज़ गिरती जा रही थी. അപ്പം വിൻ്റർ സീസണിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും മോശമായ അവസ്ഥ. കുട്ടികളുടെ അമ്മയുടെ തബിയത്ത് എന്ന് വെച്ചാൽ ഹെൽത്ത് വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഖായ പിയ ഉസ്കെ പേട്ട് മേ ന ठहरता. പഥ്യ के लिए उसको गेहूं की रोटी देना ज़रूरी हो गया. എന്ത് കഴിച്ചാലും അത് വയറ്റിൽ ഇരിക്കില്ല, വോമിറ്റ് ചെയ്തൊക്കെ കളയും. അപ്പം എങ്ങനെ പോയാലും റോട്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു. ഗേഹു മുഷ്കിൽ സെ റുപ്പയെ കാ സിർഫ് 2.5 സേർ മിൽത്ത. അപ്പം ഈ ഗോതമ്പാണെന്നുണ്ടെങ്കിൽ 1 രൂപയ്ക്ക് ഒരു 2.5 സേറൊക്കെയാണ് കിട്ടുമായിരുന്നുള്ളൂ. ബീമാർ കാ ജി ഠഹര കബി प्याज के टुकड़े या धनिया की खुशबू के लिए ही मचल जाता है. അപ്പോൾ വയ്യാത്ത ആളുടെ കാര്യമില്ലേ, ചില സമയത്ത് കുറച്ച് സവോളയുടെയോ അല്ലെങ്കിൽ ധനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി, അതിൻ്റെയൊക്കെ സ്മെല്ലിന് വേണ്ടിയിട്ട്, മല്ലിയിലയുടെയൊക്കെ സ്മെല്ലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അതൊക്കെ ഒന്ന് വേണമെന്ന് പലപ്പോഴും തോന്നില്ലേ. കമി पैसे की सौंफ अजवाइन काले नमक की ही ज़रूरत हो तो पैसे की कोई चीज़ मिलती ही नहीं. बाजार में तांबे का नाम ही नहीं रह गया. नाहक इकन्नी निकल जाती है. चौधरी को 2 रुपये महंगाई भत्ते के मिले, पर पेशगी लेते लेते तनख्वाह के दिन केवल 4 ही रुपये हिसाब में निकले. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഈ ജീര, അജ്വായിൻ, കാല, നമക്ക് എന്നൊക്കെ പറയുന്നത് അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളല്ല, പക്ഷെ
സാധനങ്ങൾ വാങ്ങേണ്ട സമയത്ത് ചൗധരിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്നാണ് പറയണത്. ബാസാർ മേ താംബെ കാ നാം ഹി നഹി രഹ ഗയ. താംബെ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ആളുടെ പേരെന്നെ പോയി. ഒരു കട നടത്തുന്ന ആളായിരുന്നു. കാരണം ആള് ഭയങ്കര കറപ്റ്റ് ആയിരുന്നു. നാഹക് ഇക്കന്നി നിക്കൽ ജാത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കറപ്റ്റായിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കും. ചൗധരി കോ 2 रुपये महंगाई भत्ते के मिले, पर पेशगी लेते लेते तनख्वाह के दिन केवल 4 ही रुपये हिसाब में निकले. അപ്പം ഈ മില്ലിൽ നിന്ന് ചൗധരിക്ക് അലോവൻസ് ആയിട്ട് 2 രൂപ കിട്ടി. പക്ഷെ അഡ്വാൻസ് വാങ്ങിയിട്ട് തൻഖ്വാക്ക് ദിൻ, സാലറി കിട്ടുന്ന ദിവസം 4 രൂപയാണ് കണക്കിലുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അഡ്വാൻസ് വാങ്ങി തീർന്നായിരുന്നു. ബച്ചെ പിछले ഹഫ്തെ ലഗ്ഭഗ് ഫാക്കെ സേ ഥേ. കുട്ടികളാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെളറിയാണ് ഇരുന്നത്, പെയിലായിട്ടായിരുന്നു. ഫാക്കെ സേ ഥേ എന്ന് വെച്ചാൽ അതാണ്. ചൗധരി കബി ഗലി സേ 2 पैसे की चौराई खरीद लाते, कभी बाजरा उबाल, सब लोग कटोरा कटोरा भर पी लेते. അപ്പൊ ചൗധരി ആണെങ്കിൽ വരുന്ന വഴിക്ക് ആ വഴിയിൽ കാണുന്ന ചോറായി എന്ന് പറഞ്ഞ ചീര പോലത്തെ ഒരു ഇലയാണ്, അത് വാങ്ങിക്കൊണ്ടുവരും. പിന്നെ ബാജ്ര വേവിച്ചിട്ടാണ് ഇവരിങ്ങനെ പാത്രത്തിലാക്കി കുടിച്ചുകൊണ്ടിരുന്നത്. ബഡി കഠിനത സെ മിലെ 4 रुपये में से 1.25 रुपया ഖാൻ കെ ഹാത്ത് മേ ധർ ദേനെ കി ഹിമ്മത്ത് ചൗധരി കോ നാ ഹുയി. അങ്ങനെ കഷ്ടപ്പെട്ട് താന് സേവ് ചെയ്ത 4 രൂപ, അതിൽ നിന്ന് ഒരു 1.5 രൂപ ഖാനിന് കൊടുക്കുക എന്ന് പറയുന്നത് ചൗധരിക്ക് അത് ശരിയായിട്ട് തോന്നിയില്ല, തന്നെ കൊണ്ട് കഴിയും എന്ന് തോന്നിയില്ല, ധൈര്യം വന്നില്ല അതിന്. मिल से घर लौटते समय वे मंडी की ओर टहल गए. 2 घंटे बाद जब समझा खान टल गया होगा और अनाज की गठरी ले वे घर पहुंचे. അപ്പം മില്ലിൽ നിന്ന് വരുന്ന വഴിക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സബ്സി മണ്ടിയുടെ അവിടെ ഇങ്ങനെ പോവാണ്, മാർക്കറ്റിന്റെ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് സമയം കളയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഖാൻ അവിടെ ഉണ്ടാവില്ല, ഖാൻ പോവും. അരിയും സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഖാൻ के भय से दिल डूब रहा था, लेकिन दूसरी और 4 भूखे बच्चों, उनकी माँ, दूध न उतर सकने के कारण सूखकर कांटा हो रहे गोद के बच्चे और चलने फिरने से लाचार अपनी ज़ईफ माँ की भूख से बिलबिलाती सूरतें आँखों के सामने नाच जाती. धड़कते हुए हृदय से वे कहते जाते, मौला सब देखता है, खैर करेगा. അങ്ങനെ ഖാന്റെ ആ പേടി എപ്പോഴും ചൗധരിയുടെ മനസ്സിലുണ്ടായിരുന്നു. വീട്ടിലെ 4 കുട്ടികൾ, അവരുടെ അമ്മ, दूध न उतर सकने के कारण सूखकर कांटा हो रहे गोद के बच्चे और चलने फिरने से लाचार अपनी ज़ईफ माँ. അപ്പോൾ വീട്ടിലുള്ള തൻ്റെ മക്കള്, അതുപോലെ തന്നെ തൻ്റെ പ്രായം ചെന്ന വയ്യാത്ത തൻ്റെ അമ്മ, ഇവരൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ചൗധരിക്ക് വിഷമമുള്ളത്. ധടക്തെ ഹുए ഹൃദയ സേ വേ കഹത്തെ, മൗല സബ് ദേഖ്താ ഹൈ, ഖൈർ കരേഗാ. അങ്ങനെ എപ്പോഴും ചൗധരി പറയായിരുന്നു, ദൈവം എല്ലാം കാണുന്നുണ്ട്, എല്ലാം ശരിയാക്കും എന്ന്. 7 तारीख की शाम को असफल हो खान 8 की सुबह तड़के चौधरी के मिल चले जाने से पहले ही अपना डंडा हाथ में लिए दरवाजे पर मौजूद हुआ. അപ്പം 7-ാം തീയതി വൈകിട്ട് ഇവിടെ പീർബക്ഷനെ കാണാതെ ആയപ്പോൾ ഖാൻ തിരിച്ചുപോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ पीरबक्ष मिल्लिल പോണേക്കാളും മുന്നേ തന്നെ വീട്ടിലേക്ക് വന്നു. रात भर सोच कर चौधरी ने खान के लिए बयान तैयार किया. मिल के मालिक लालाजी 4 रोज के लिए बाहर गए हैं, उनके दस्तखत के बिना किसी को भी तनख्वाह नहीं मिल सकी. അപ്പം രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ ചൗധരി പീർബക്ഷ ആലോചിക്കുകയാണ് എന്താണ് ഖാനിനോട് പറയുക. അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, മില്ലിൻ്റെ ഓണറായിട്ടുള്ള ലാലാജി 4 ദിവസത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സൈൻ ചെയ്യാതെ, ദസ്തഖത് കർണ എന്ന് വെച്ചാൽ സൈൻ ചെയ്യാന്നാണ്, സൈൻ ചെയ്യാതെ ആർക്കും സാലറി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സാലറി കിട്ടിയില്ല. തൻഖ്വാ മിൽത്തെ ഹി വ 1.25 रुपया ഹാസിർ കരേഗ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1.5 രൂപ എന്തായാലും അവിടെ കൊടുത്തിട്ട് തരാം, പ്രസന്റ് ചെയ്യാം എന്നാണ് ഹാസിർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ. माकूल वजह बताने पर भी खान बहुत देर तक गुर्राता रहा. हम वतन छोड़ के परदेश में पड़ा है, ऐसे रुपया छोड़ देने के वास्ते हम यहाँ नहीं आया है, हमारा भी बाल बच्चा है, 4 रोज में रुपया नहीं देगा तो अब तुम्हारा कर देगा.
അപ്പം ഇതൊക്കെ കേട്ടിട്ടും ഖാനിന് അത്ര വിശ്വാസമില്ല. ഖാൻ ദേഷ്യത്തോടെ തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട് വിട്ടിട്ട് വേറൊരു നാട്ടിൽ വന്ന് നിൽക്കണത് ഇങ്ങനെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ പൈസയ്ക്ക് എന്തേ വില ഇല്ലേ, എനിക്കും കുട്ടികളൊക്കെ ഉണ്ട്, 4 ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ നീ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. 5वें दिन रुपया कहाँ से आ जाता, तनख्वाह मिले अभी हफ्ता भी नहीं हुआ. 5ാമത്തെ ദിവസം എവിടുന്ന് പൈസ വരാനാണ്, സാലറി കിട്ടിയിട്ട് ഇവിടെ ഒരു ആഴ്ച പോലും ആയിട്ടില്ല. മാലിക് ने पेशगी देने से साफ इनकार कर दिया. അഡ്വാൻസ് കൊടുക്കില്ല എന്ന് മാലിക് ഓണർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. 6 दिन किस्मत से इतवार था. 6ാമത്തെ ദിവസം ഭാഗ്യം കൊണ്ട് സൺഡേ ആയിരുന്നു. मिल में छुट्टी रहने पर भी चौधरी खान के डर से सुबह ही बाहर निकल गया. जान पहचान के कई आदमियों के यहाँ गए. അപ്പം സൺഡേ രാവിലെ തന്നെ ഖാനിനെ പേടിച്ചിട്ട് എന്താണ് പീർബക്ഷ് ചെയ്തത്, പുറത്തേക്ക് ഇറങ്ങിപ്പോയി പരിചയമുള്ള ആൾക്കാരുടെ അവിടെയൊക്കെ ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. इधर उधर की बातचीत कर वे कहते, अरे भाई हो तो 20 आने, पैसे तो दो, एक रोज के लिए देना, ऐसे ही जरूरत आ पड़ी है. അങ്ങനെ അറിയണ ആളുകളുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും, കയ്യിൽ പൈസ തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 അണ എനിക്ക് തരുമോ, ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു അതുകൊണ്ടാണ് എന്ന് പറയാണ്. उत्तर मिला, मियाँ पैसे कहाँ, इस जमाने में पैसे का मोल कौड़ी नहीं रह गया. हाथ में आने से पहले ही उधार में उठ गया तमाम. അപ്പം എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന മറുപടി ഇതാണ്, ഇപ്പോഴൊക്കെ പൈസ ആരുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ പൈസയുടെ മൂല്യം എന്താണ്, കയ്യിൽ വരുന്നതിനേക്കാൾ മുന്നേ തന്നെ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ ഉള്ള സമയമാവും, അതുകൊണ്ട് തന്നെ പൈസ കയ്യിലിരിക്കുന്നില്ല എന്ന് പറയാണ്. दोपहर हो गई, खान आया भी होगा तो इस वक्त तक बैठा नहीं रहेगा, चौधरी ने सोचा और घर की तरफ चल दिए. അപ്പം വൈകുന്നേരമായി, ഇനിയിപ്പോൾ ഖാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സമയമൊന്നും കാത്തിരിക്കില്ല എന്ന് ആലോചിച്ചിട്ട് ചൗധരി വീടിൻ്റെ അവിടേക്ക് പോവാണ്. घर पहुंचने पर सुना खान आया था और घंटे भर तक डचोड़ी पर लटके दरी के पर्दे को डंडे से ठेल ठेल कर गाली देता रहा. पर्दे की आड़ से बड़ी बीबी के बार बार खुदा की कसम खा यकीन दिलाने पर कि चौधरी बाहर गए हैं, रुपया लेने गए हैं. खान गाली देकर कहता, नहीं बदजाद चोर भीतर में छिपा है, हम 4 घंटे में फिर आता है, रुपया लेकर जाएगा, रुपया नहीं देगा तो उसका खाल उतार कर बाजार में बेच देगा, हमारा रुपया क्या आराम का है. അപ്പം പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഖാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി, ഇനിയും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖാൻ വന്ന സമയത്ത് ഈ വീടിൻ്റെ മുന്നിലുള്ള ആ കേർട്ടണിൽ ഖാൻ്റെ വടി വെച്ച് ഇങ്ങനെ അത് കറക്കിക്കൊണ്ടും ചുരുട്ടിക്കൊണ്ടൊക്കെ നിന്നു എന്ന്. ഒരുപാട് സമയം വീട്ടിലുള്ളവർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഖാൻ അവിടുന്ന് തിരിച്ചു പോയത്. ഒരുപാട് സമയം അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പീർബക്ഷ് പുറത്തു പോയിരിക്കുകയാണ്, പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളതെന്ന്. പക്ഷെ ഖാൻ പറഞ്ഞത് എനിക്കറിയാം ആ കള്ളൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം ഖാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പൈസ എനിക്ക് വലുതാണ്, എൻ്റെ പൈസ ഹറാമൊന്നുമല്ല, അത് അത്യാവശ്യം മൂല്യമുള്ള ഒന്നാണ്, അതെനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചു വരും. ആ സമയത്തിൻ്റെ ഉള്ളിൽ പീർബക്ഷ് വന്നിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പീർബക്ഷിൻ്റെ ഖാൽ ഉത്താർക്കർ ബാസാർ മേ ബേച്ച് ദേക. ഖാൽ ഉത്താർന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് പറിച്ചെടുത്തിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ വിൽക്കും എന്ന് പറയാണ്. 4 घंटे से पहले ही खान की पुकार सुनाई दी. चौधरी पीरबक्श के शरीर में बिजली सी दौड़ गई और वे बिल्कुल निस्सत्व हो गए, हाथ पैर सुन्न और गला खुश्क. അതായത് 4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് ഖാൻ പോയത്. പക്ഷെ 4 മണിക്കൂറിന് മുൻപ് തന്നെ ഖാൻ്റെ ശബ്ദം കേട്ടപ്പോൾ പീർബക്ഷന് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു ഷോക്ക് അടിച്ച പോലെയാണ് തോന്നിയത്. അനക്കൊന്നുമില്ല, അനങ്ങാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ ശരീരമൊക്കെ നമ്പായിപ്പോയി. സുന്ന് ഹോജാനാന്ന് വെച്ചാൽ നമ്പാവുക എന്നുള്ളത്, അങ്ങനെ തന്നെ നിൽക്കുക. ഗല खुश्क, അതായത് സംസാരിക്കാനും പറ്റുന്നില്ല. गाली दे पर्दे को ठेल कर खान के दोबारा पुकारने पर चौधरी का शरीर निर्जीव प्राय होने पर भी निश्रेष्ठ न रह सका, वे ഉട്ട്കർ ബാഹർ ആകെ. അപ്പം ഖാൻ്റെ ശബ്ദം കേട്ടിട്ട് ചൗധരിയുടെ ശരീരത്തിൽ ജീവൻ ഇല്ലാന്ന് ചൗധരിക്ക് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ അനങ്ങാതെ ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നിശ്രേഷ്ഠ ഹോനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മൊബൈൽ ആവുക, അതായത് മൂവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചൗധരിക്ക് പറ്റിയില്ല. വേ ഉട്ട്കർ ബാഹർ ആകെ, ഖാൻ ആഗ് ബബൂല ഹോ രഹാ ഥ.
ആഗ് ബബൂല ഹോന എന്ന് വെച്ചാൽ അത്രയും ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചൗധരി പുറത്തോട്ട് വരികയാണ്. പൈസ നെഹി ദേനെ കാ വാസ്തെ ചിപ്ത ഹെ, അത് ശരി, പൈസ തരണ്ടെന്ന് വിചാരിച്ച് ഒളിച്ചിരിക്കുകയാണ്. ഏക് സെ ഏക് ബഡ്തി ഹുയി തീൻ ഗാലിയാ ഏക് സാത്ത് ഖാൻ കെ മുഹ് സെ പീർബക്ഷ് കെ പുർക്കോ പീറോ കെ നാം നിക്കൽ ഗയി. അങ്ങനെ ഖാൻ വന്നിട്ട് ഒരുമിച്ച് ഈ പീർബക്ഷന്റെ ഫാമിലിയിലെ കഴിഞ്ഞു പോയ ജനറേഷനെ വരെ മോശമായിട്ട് പറയാണ്, തെറി വിളിക്കുകയാണ് ചെയ്യണത്. ഇസ് ഭയങ്കർ ആഘാത് സെ പീർബക്ഷ് കാ ഖാൻദാനി രക്ത് ഭടക് ഉഠ്നെ കെ ബജായ് ഓർ ബി നിർജീവ് ഹോ ഗയ. പക്ഷെ ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീർബക്ഷന് ഇത്തിരി ചോരത്തിളപ്പ് തോന്നേണ്ടതായിരുന്നു. കാരണം ഫാമിലിയിലെ തൻ്റെ പൂർവ്വജരൊക്കെയാണ് ഈ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തോന്നുകയല്ല ചെയ്തത്, പീർബക്ഷന് ജീവനില്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്തത്. ഖാൻ കെ ഗുട്നെ ഛൂ അപ്നി മുസീബത്ത് ബത്താ വേ മുആഫ്സി കെ ലിയെ ഖുഷാമത് കർണേ ലഗെ. അതായത് അങ്ങനെയൊന്നും ചെയ്യാതെ ഖാൻ്റെ കാല് പിടിച്ച് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടെ ഒരു അവധി ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത് पीरबक्श. मुआवसी अवधि खुशामद रिक्वेस्ट किया. खान की तेजी बढ़ गई. उसके ऊंचे स्वर से पड़ोस के मोची और मजदूर चौधरी के दरवाजे के सामने इकट्ठे हो गए. അപ്പം ഖാനാണെങ്കിൽ പിന്നെ സംസാരിക്കുന്നതിൻ്റെ ശബ്ദമൊക്കെ കൂടി. അപ്പം അത്രയും ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ അടുത്തുള്ള വീട്ടിലെ മോച്ചിയും അതുപോലെ തന്നെ വർക്ക്ഷോപ്പിലെ തൊഴിലാളികളും അവരൊക്കെ ആണെങ്കിൽ പീർബക്ഷിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ വേണ്ടി തുടങ്ങി. ഇക്കട്ട ഹുന എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിച്ചേരുക. അപ്പോൾ ഖാൻ ക്രോധ് में डंडा फटकार कर कह रहा था पैसा नहीं देना था लिया क्यों. അപ്പോൾ ഖാനാണെങ്കിൽ ദേഷ്യത്തിൽ ഈ വടി നിലത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പൈസ തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കടം വാങ്ങിയത്. തൻക്വാ കിദർ മേ ജാത്ത, നിനക്ക് കിട്ടുന്ന പൈസയൊക്കെ എവിടെയാണ് പോകുന്നത്. അറാമി അമാര പൈസ മാരേഗ അം തുമാര ഖാൽ ഖീച്ച് ലേഗ. നീ എൻ്റെ പൈസ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പറ്റിക്കാന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ ഖാല്, നിന്റെ സ്കിന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കും. പൈസ നെയ് ഹെ തോ ഘർ പർ പർദ ലട്കാ കെ ഷരീഫ് സാദ കാസെ ബൻതാ ഹെ. കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷരീഫ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്യുന്നത്. ഈ വീടിൻ്റെ ആദരം എന്തിനാണ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർദ ഇവിടെ തൂക്കിയിട്ടേക്കണമെന്ന് ചോദിക്കുകയാണ്. തും അമുക്കോ ബീബി കാ ഗഹന ദോ ബർത്തൻ ദോ കുച്ച് തോ ബി ദോ അം ആസെ നെയ് ജായെങ്കെ. നീ എന്ത് ചെയ്യുക, നിന്റെ ഭാര്യയുടെ ഗഹന എന്ന് വെച്ചാൽ ഓർണമെന്റ്സ്, ജൂവലറി തന്നോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയാണ് ഖാൻ. ബിൽക്കുൽ ബേബസ് और लाचारी में दोनों हाथ उठा खुदा से खान के लिए दुआ मांग पीरबक्श ने कसम खाई एक पैसा भी घर में नहीं, बर्तन भी नहीं, कपड़ा भी नहीं, खान चाहे तो बेशक उसकी ഖാൽ ഉതാർക്കർ ബേച്ച്ലേ. അങ്ങനെ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഈ വീട്ടിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു വസ്ത്രമോ ജൂവലറിയോ പാത്രമോ ഒന്നും ഇല്ല. ഇനി എന്നിട്ടും വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് ഊരിയെടുത്തോളൂ, എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റോളൂ എന്ന് അത്രയും കേണ അപേക്ഷിച്ചു പീർബക്ഷ്. ഖാൻ ഓർ ആഗ് ഹോ ഗയ. അം തുമാരാ ദുആ ക്യാ കരേഗാ, തുമാരാ ഖാൽ ക്യാ കരേഗ, ഉസ്കാ തോ ജൂത ബി നെഹി ബനേഗ. ഞാൻ നീ തരുന്ന അനുഗ്രഹം എങ്ങനെയാ വാങ്ങുക, അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണമുള്ളത്. നിന്റെ സ്കിന്ന് ഞാൻ എടുത്തു കൊണ്ടുപോയാൽ അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്, അതുകൊണ്ട് ഒരു ചെരുപ്പ് പോലും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. തുമ്ഹാര ഖാൽ സേ തോ യ ടാട്ട് അച്ഛാ ഹെ. നിന്റെ സ്കിന്നിനേക്കാളും ഇവിടെ പർദ്ദയിൽ തൂക്കിയിട്ടിട്ടുള്ള ആ തുണിയാണ് നല്ലത്. ഖാൻ നെ ഡ്യോഡി പർ ലട്ക ദരി കാ പർദ ഝട്ടക് ലിയ. അങ്ങനെ ഖാന് വീടിൻ്റെ മുന്നിൽ തൂക്കിയിട്ടിട്ടുള്ള ആ പർദ്ദ അങ്ങോട്ട് വലിച്ചെടുത്തു. ഡ്യോഡി സെ പർദ്ദ ഹട്ടനെ കെ സാത്ത് ഹി ജൈസെ ചൗധരി കെ ജീവൻ കി ഡോർ ടൂട്ട് ഗയി. ആ വാതിലിൻ്റെ മുന്നിൽ നിന്ന് ആ പർദ്ദ മാറിയതോടൊപ്പം തന്നെ ചൗധരിയുടെ ജീവൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ നൂല്, അത് അങ്ങോട്ട് പൊട്ടിപ്പോയതുപോലെയാണ് തോന്നിയത്. വ ഡഗ്മഗാക്കർ ജമീൻ പർ ഗിർപട. അങ്ങനെ ചൗധരി ഇങ്ങനെ പതറി താഴെ വീണു. ഡഗ്മഗാന എന്ന് വെച്ചാൽ ആടി ഉലയുക എന്നാണ്. അപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്നിങ്ങനെ ആടി ഒന്ന് താഴെ വീണു, तल करी वीणु. इस दृश्य को देख सकने की ताब चौधरी में ना थी, परंतु द्वार पर खड़ी भीड़ ने देखा घर की लड़कियां और औरतें पर्दे की दूसरी और घटती घटना के आतंक से आंगन के बीचों बीच इकट्ठी हो खड़ी कांप रही थी. അപ്പം ആ ഒരു ദൃശ്യം കാണാനായിട്ടുള്ള ഒരു ധൈര്യം ചൗധരിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഡോറിന്റെ മുന്നിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ടും കണ്ടിട്ടും പേടിച്ചുകൊണ്ട് മുറ്റത്തിൻ്റെ സെൻറ്ററിലായിട്ട്
ചൗധരിയുടെ വീട്ടിലെ എല്ലാ സ്ത്രീകളും അതുപോലെ തന്നെ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. सहसा पर्दा हट जाने से औरतें ऐसे सिकुड़ गई जैसे उनके शरीर का वस्त्र खींच लिया गया हो. അങ്ങനെ ആ പെട്ടെന്ന് സഹസാന്ന് വെച്ചാൽ പെട്ടെന്ന് ആ പർദ്ദ അവിടുന്ന് വലിച്ചു മാറ്റിയപ്പോൾ സ്ത്രീകളെല്ലാം തന്നെ റിയാക്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്നാണ് ആ വസ്ത്രം വലിച്ചു മാറ്റിയത് എന്ന് തോന്നും. വ പർദ ഹി തോ ഘർ ഭർ കി ഔറത്തോं के शरीर का वस्त्र था. ആ പർദ്ദയാണ് ആ വീട്ടിലെ എല്ലാ സ്ത്രീകളുടെയും വസ്ത്രമായിരുന്നത്. ഉൻകെ ശരീർ पर बचे चीतड़े उनके एक तिहाई अंग ढकने में भी असमर्थ थे. അപ്പോൾ അവരുടെ ശരീരത്തിൽ ബാക്കിയുള്ള ചീത്തടെ എന്ന് വെച്ചാൽ റെമനൻസ്, അതായത് അവരുടെ വസ്ത്രങ്ങളൊക്കെ കേടായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വളരെ കുറച്ച് വസ്ത്രമാണ് അവരുടെ ശരീരത്തിലുള്ളൂ. ആ വസ്ത്രം അവരുടെ ശരീരത്തിന്റെ 1/3 1/3 1/3 ഭാഗം പോലും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യന്റ് ആയിരുന്നില്ല. അത്രയും പോലുള്ള വസ്ത്രം അവർക്ക് ഉണ്ടായിരുന്നില്ല. ജാഹിൽ ഭീഡ് നെ ഗൃണ ഓർ ശരം സെ ആഖേ ഫേർലി. ജാഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇതൊക്കെ കണ്ട് അവിടെ നിന്നുകൊണ്ടിരുന്നത്. അവര് ശരം നാണക്കേടും അതുപോലെ തന്നെ ഗൃണ വെറുപ്പും കാരണം അവരുടെ മുഖം തിരിച്ചു. ഉസ് നഗ്നത കി ഝലക് സെ ഖാൻ കി കഠോരത ബി പിഘൽ ഗയി. അപ്പോൾ ആ ഒരു നഗ്നത കണ്ടപ്പോൾ ഖാന്റെ കഠോരമായ മനസ്സ് വരെ അലിഞ്ഞു. പിഘൽന എന്ന് വെച്ചാൽ അലിയുക. ഗ്ലാനി സെ थूक पर्दे को आंगन में वापस फेंक क्रुद्ध निराशा में उसने लाहौल बिला कहा और അസഫൽ ലോട്ട് ഗയ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ പർദ്ദ അവരുടെ മുറ്റത്ത് തന്നെ തിരിച്ച് എറിഞ്ഞിട്ട് ദേഷ്യത്തോടെ നിരാശയോടെ ഖാൻ തിരിച്ചു പോവാണ്, ദൈവം സർവശക്തനാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഖാൻ ഇങ്ങോട്ട് വന്ന കാര്യം നടന്നില്ല. അതാണ് അസഫൽ ഹോക്കി ലോട്ട് ഗയ എന്ന് പറയുന്നത്. ഭയ സെ ചീക്കർ ഓട്ട് മേ ഹോ ജാനെ കെ ലിയെ ഭാഗ്തി ഹുയി ഔറത്തോं पर दया कर भीड़ छाट गई. അപ്പം ഭയം കാരണം ചീക്കർ അലറിക്കൊണ്ട് ഓട്ട് മേ ഹോ ജാനെ കെ ലിയെ, അതായത് വീടിന്റെ ഏതെങ്കിലും ഒരു തൂണോ ഒരു ചുവരോ എന്തിൻ്റെങ്കിലും പുറകിൽ, ഓട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പില്ലർ, എന്തിൻ്റെങ്കിലും പിന്നിൽ ഒളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം. അപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ ഓടി മറയുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന ആളുകളും ഛാട്ട് ഗയി എന്ന് വെച്ചാൽ അവർ ഡിസ്പേഴ്സ് ചെയ്തു, അവരവിടുന്ന് പോവാൻ വേണ്ടി തുടങ്ങി. ചൗധരി ബേസുദ് പടേथे. അപ്പോൾ ചൗധരി ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്, അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. ജബ് ഉൻഹെ ഹോഷ് ആയ ഡ്യൂഡി കാ പർദ ആംഗൻ മേ സാമനെ പടാ ഥ. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഓർമ്മ വന്നപ്പോൾ, ബോധം വന്നപ്പോൾ ആ ഡ്യൂഡിയിൽ തൂക്കിയിട്ടിരുന്ന ആ പർദ മുറ്റത്ത് കിടക്കുന്നുണ്ടായിരുന്നു. പരന്തു ഉസെ ഉഠാക്കർ ഫിർ സെ ലട്കാ ദേനെ കാ സാമർഥ്യ ഉന്മേ ശേഷ് നാ ഥ. അപ്പം ആ ഒരു പർദ്ദ എടുത്ത് വീണ്ടും വീടിന്റെ മുന്നിൽ തൂക്കിയിടാനുള്ള ആ ഒരു ധൈര്യം, സാമർഥ്യം എന്ന് പറഞ്ഞാൽ അതാണ്, ധൈര്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഉന്മേ ശേഷ് നഹി ഥ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബാക്കിയില്ലായിരുന്നു. ഷായദ് അബ് ഇസ്കി ആവശ്യകത ബി ന രഹി ഥി. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലായിരുന്നു. പർദ്ദ ജിസ് ഭാവന കാ അവലംബ് ഥ വ മർ ചുക്കി ഥി. പർദ്ദ ഏത് ഭാവന, ഏത് സങ്കല്പത്തിനെയാണോ പ്രതിനിധീകരിച്ചിരുന്നത്, അവലംബിത എന്ന് വെച്ചാൽ അതാണ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്. വ മർ ചുക്കി ഥി, അത് ഇനി ഇല്ല, അത് മരിച്ചു. അതായത് അവരുടെ വീടിൻ്റെ പേര്, ആ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിച്ചിരുന്ന ഒന്നായിരുന്നു ആ പർദ്ദ. ഇന്ന് ആ പർദ്ദ താഴെ വീണതോട് കൂടിയിട്ട് അവരുടെ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ, സൊസൈറ്റിയിൽ അവർക്ക് ഉണ്ടായിരുന്ന ഇമേജ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ പർദ്ദ വീണ്ടും എടുത്ത് തൂക്കുന്നതിൽ കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.